നിരണം ഭാഗത്ത് അപ്പർ കുട്ടനാട് ഭാഗത്ത് നിന്ന് ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ഈ കെ.പി. യോഹന്നാൻ എങ്ങനെയാണ് അമേരിക്കയിൽ ഇത്ര പ്രശസ്തനാകുന്നത്? പിന്നീട് അവിടുന്ന് ഗ്ലോബലി ഇയാളുടെ നെറ്റ്വർക്ക് ഉണ്ടായ ഗോസ്പൽ ഫോർ ഏഷ്യയിലൂടെ. അപ്പം ഇതിൻ്റെ പിറകിൽ എൻ്റെ അന്വേഷണം ചെന്നെത്തിയത് ഇദ്ദേഹത്തിന് വേണ്ടി ഇദ്ദേഹം പറഞ്ഞു കൊടുത്ത ചില പോയിന്റുകളുണ്ട്. കെ.പി. യോഹന്നാൻ എഴുതിയതല്ല, പോയിന്റുകൾ പറഞ്ഞു കൊടുത്തു. നേരത്തെ ഇന്ത്യയിൽ പലയിടത്തും സുവിശേഷങ്ങളുമായിട്ട് ഇന്ത്യയിൽ നടന്ന സമയത്ത് ചില കാര്യങ്ങൾ കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പുസ്തകം എഴുതി. ഇതിൻ്റെ പേര് റവല്യൂഷൻ ഓഫ് മിഷൻ എന്നാണ്. ഇന്നും അമേരിക്കയിലെ ബുക്കുകളുടെ റേറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ റവല്യൂഷൻ ഓഫ് മിഷൻ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ റേറ്റിംഗ് ഇന്നും വളരെ മുൻപിലാണ്. ഇത് അമേരിക്കയിൽ വലിയ തരംഗമുണ്ടാക്കി. അവിടുന്നാണ് അമേരിക്കയിൽ GFA എന്ന് പറയുന്ന ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന് പറയുന്ന സ്ഥാപനം അറിയപ്പെടുവാൻ തുടങ്ങിയത്. ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നീട് ഇയാളുടെ വളർച്ചയായിരുന്നു. അതായത് അമേരിക്ക എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ്. പ്രത്യേകിച്ച് സദേൺ ബാപ്റ്റിസ്റ്റ്, ഇവാഞ്ചലിക്കൽ, പിന്നെ ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ. അപ്പം ഇതുമായിട്ട് ഇവർ ഭയങ്കര റിച്ചാണ്, ഫിൽത്തി റിച്ചാണ്. ഈ ഇവാഞ്ചലിക്കൽസ്, ഈ സദേൺ ബാപ്റ്റിസ്റ്റ് ഇതൊക്കെ പറയുന്നവർ. അപ്പം ഇവരുടെ ഓരോ ചർച്ചുകളിൽ ഓരോ മാസവും ഈ കെ.പി. യോഹന്നാൻ്റെ ഗോസ്പൽ ഫോർ ഏഷ്യയ്ക്ക് അവർ സമാഹരിക്കുന്ന പണം, അതായത് ഒരു ചർച്ചിൽ ഇപ്പം 500 പേരുണ്ട്, അല്ലെ 1000 പേരുണ്ട്. അപ്പോൾ 1000 പേരിൽ ഓരോരുത്തർ വെച്ച് അവരുടെ ഓരോ മാസം കിട്ടുന്ന അവർക്ക് ശമ്പളമോ അവർക്ക് ബിസിനസ്സോ കിട്ടുമ്പോൾ അവരുടെ ഇത്ര ശതമാനം, 10%, 12% അത് വെച്ച് പല ചർച്ചുകളിൽ നിന്നും ഗോസ്പൽ ഫോർ ഏഷ്യയിലോട്ട് പണം പോയി. അതായത് ഏഷ്യയിൽ മുഴുവനും ഗോസ്പൽ, അതിനു വേണ്ടിയുള്ള വർക്കിന് നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം. ഇതാണ് ആ ബുക്കിനകത്ത് എഴുതിയിരുന്നത്, റവല്യൂഷൻ ഓഫ് മിഷൻ്റെ അകത്ത്. ഈ ബുക്ക്, അതായത് ഈ പുസ്തകം 240 ഭാഷയിലോട്ടാണ് പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. മലയാള പത്രങ്ങളിൽ, ഈ മാധ്യമങ്ങളിലൊക്കെ കാണിക്കുന്നു അദ്ദേഹം 300ഓളം പുസ്തകം എഴുതി. കാരണം എനിക്ക് കെ.പി. യോഹന്നാൻ ആ സ്റ്റിങ് ഓപ്പറേഷനുമായിട്ട് ഞാൻ ഇയാളുമായിട്ട് ഭയങ്കര ലോഹ്യമായി. അന്ന് മനസ്സിലായതാണ് ഇദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അറിയാം, ഇദ്ദേഹത്തിന് പ്രോപ്പറായിട്ട് എഴുതാൻ അറിയത്തില്ല. കാരണം ഇയാൾ ഗോസ്റ്റ് റൈറ്റേഴ്സിനെ വെച്ചാണ് എഴുതുന്നത്, അല്ലെങ്കിൽ സെക്രട്ടറി ഉണ്ട്, അവരാണ് എഴുതി കൊടുക്കുക. അല്ലാതെ പുള്ളിക്കൊരു അങ്ങനെയുള്ള കാലിബറൊന്നുമില്ല. പക്ഷേ ഇയാൾ ബൈബിള് തറോവിലി പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഗോസ്പൽ ഫോർ ഏഷ്യയിൽ ഒരു സമയത്ത്, അതായത് അവിടെ വിവാദങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് അദ്ദേഹം പണം തട്ടിച്ചു എന്ന് വലിയ സംഭവം അമേരിക്കൻ മീഡിയയിലൊക്കെ വരുന്നതിന് മുമ്പ് അമേരിക്കയിലെ റേഡിയോ, ഏകദേശം 1100ഓളം റേഡിയോ ചാനലുകൾ, അതായത് റേഡിയോയിൽ കൂടെ ഇയാളുടെ പ്രഭാഷണം എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ആലോചിച്ച് നോക്കും. അപ്പം ഇയാൾ ആരായിരുന്നു? പിന്നീട് ഇതൊക്കെ ഞാൻ നേരിട്ട് പോയി അറിഞ്ഞ സംഭവമാണ്. പിന്നെ ഇയാളുടെ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടാൻ, ഇയാളെ ഒന്ന് കാണുവാൻ വേണ്ടി അമേരിക്കയിൽ, അതിന് 6 മാസം മുമ്പ് എടുക്കണം. ആ രീതിയിലാണ് കെ.പി. യോഹന്നാൻ വളർന്നത്. അപ്പോൾ അമേരിക്കയിൽ ഇപ്പോൾ വേൾഡ് ഇവാഞ്ചലിക്കൽ മിഷനുണ്ട്, അതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ഗോസ്പൽ ഫോർ ഏഷ്യ കെ.പി. യോഹന്നാൻ വളർത്തിയെടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. അമേരിക്കൻ പ്രസിഡന്റുമാർ എല്ലാ വർഷവും നടത്തുന്ന പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ കേട്ട് കാണുന്നത്. വൈറ്റ് ഹൗസിൽ വെച്ചാണ് നടക്കുന്നത്, ക്യാപിറ്റൽ ഹൗസ്. അപ്പോൾ ആ പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിങ്ങിൽ കെ.പി. യോഹന്നാൻ അതിലൊരു വിശിഷ്ട അതിഥിയാണ്. അതിൻ്റെ അകത്ത് ഒത്തിരി സ്പിരിച്വൽ ലീഡേഴ്സിനെ വിളിക്കാറുണ്ട്. അതിൽ കെ.പി. യോഹന്നാൻ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിലോട്ടാണ് കെ.പി. യോഹന്നാൻ വളർന്നത്. അതായത് തിരുവല്ലയിൽ നിന്ന്, നമ്മൾ ഈ പറയുന്ന തിരുവല്ലയെ കാണുന്നു ആളെന്ന് ആയിരുന്നില്ല അയാൾ. ആ രീതിയിൽ ഇതിനെ വളർത്തിയെടുത്ത് ഇപ്പോൾ ആ രീതിയിലോട്ട് പോയി കഴിഞ്ഞപ്പോഴാണ് ഇയാൾ ഈ പണം എവിടെ പോകുന്നു എന്നുള്ള ചോദ്യങ്ങളായി. കാരണം ഇത്ര മില്യൺസും ബില്യൺസും ആണെന്ന് അവിടുന്ന് കളക്ട് ചെയ്ത് ഇന്ത്യയിലോട്ടും ഈ കെ.പി. യോഹന്നാൻ്റെ സ്ഥാപനങ്ങളിലോട്ട് വന്നുകൊണ്ടിരുന്നത്. ഈ പണം എങ്ങോട്ട് പോയി? ചോദ്യമുണ്ടായി. അവരുടെ ബോർഡ് മീറ്റിംഗിൽ ചോദ്യമുണ്ടായി. ഈ ചോദ്യം ചോദിച്ച് 3-4 പേര് റിസൈൻ ചെയ്തു.
KP യോഹന്നാൻ്റെ കൂടെ, അതായത് വോളണ്ടിയറായിട്ട് പല ആൾക്കാരും വോളണ്ടിയറായിട്ട് പോയി ജോലി ചെയ്യും. അവരുടെ വസ്തുവൊക്കെ വിറ്റിട്ട് ആ പണമെല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അവരുടെ ക്യാമ്പസിൽ പോയിട്ട് GFIക്ക് വേണ്ടി വർക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെയും വളരെയധികം പേര് അവരുടെ പ്രോപ്പർട്ടി മുഴുവനും ഡിസ്പോസ് ചെയ്ത് ആ പണമെല്ലാം കൊണ്ട് ഈ KP യോഹന്നാൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അങ്ങനെ പലരെ എനിക്കറിയാം. കാരണം ഞാൻ അന്വേഷണമായിട്ട് പോയി കഴിയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പലരെയും ഞാൻ പരിചയപ്പെട്ടു. പിന്നെ മറ്റൊരു കാര്യം, KP യോഹന്നാൻ്റെ ടെക്സാസിലുള്ള കേസ്, അയാൾ ഈ പണം വെട്ടി തട്ടിച്ച് സൈഫൺ ചെയ്ത കേസ്, അത് വാദിച്ച ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം. ജോർജ് W. ബുഷിൻ്റെ, അതായത് അദ്ദേഹത്തിൻ്റെ മകൻ, അയാളുടെ പേഴ്സണൽ ലോയറാണ് KP യോഹന്നാന് വേണ്ടി കേസ് വാദിക്കാൻ വേണ്ടി ടെക്സാസ് കോർട്ടിൽ വരുന്നത്. അപ്പോൾ എത്ര പവർഫുൾ ആയിരുന്നു ഈ മനുഷ്യനെന്ന് ആലോചിച്ച് നോക്കണം. അവിടുന്ന് ഇപ്പം ഈ പണം എവിടെ പോയി എന്ന ചോദ്യം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കേസുകൾ ഉണ്ടാകുന്നു, കാനഡയിൽ കേസുകൾ ഉണ്ടാകുന്നു. പല ആൾക്കാരും അവിടെ ജോലി ചെയ്ത പലരും, കാരണം അവരെല്ലാം കബളിപ്പിക്കപ്പെട്ടു. അതുകൊണ്ടാണ് റാക്കറ്റിയർ ഇൻവോൾവ്മെൻറ്റ് ആക്ട്, റീകോ കേസ്, അതായത് ഫൈനാൻഷ്യൽ തട്ടിപ്പ് കേസ് അവിടെ ഉയർന്നു വരുന്നത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ തെളിവുകളില്ല. ഈ പണം എവിടെ കൊണ്ടാണ് ഇട്ടിരിക്കുന്നത്, എവിടെയാണ് ഈ പണം പോയിരിക്കുന്നത്? കാരണം ഇവർ ഇത്രയും ഹ്യൂജ് മണിയാണ് എല്ലാ മാസവും KP യോഹന്നാൻ്റെ ഇന്ത്യയിലുള്ള പലയിടത്തുമായിട്ട് വന്നുകൊണ്ടിരുന്നത്. ഇതെവിടെ പോയി? ഇപ്പം ഇതിൻ്റെ അന്വേഷണത്തിനാണ് എന്നെ ഏൽപ്പിക്കുന്നത്. അവിടെ ജോലി ചെയ്തവർ തന്നെയാണ്, നേരത്തെ ജോലി ചെയ്ത GFIക്കാർ തന്നെയാണ് എന്നെ ഈ ജോലി ഏൽപ്പിക്കുന്നത്. അപ്പം ഇതിൻ്റെ സംഭവങ്ങൾ ഓരോന്നായിട്ട് ചെകഞ്ഞെടുത്ത് അവിടെ കൊടുത്ത് അമേരിക്കയിൽ കൊടുക്കുകയും പിന്നീട് അതിവിടെ വലിയ വാർത്ത. അപ്പം ന്യൂസ് വീക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. KP യോഹന്നാനെ പറ്റിയുള്ള അവരുടെ കവർ സ്റ്റോറിയാണ്. അതേപോലെ കനേഡിയനിൽ ഡെയിലി സ്റ്റാർ എന്ന് പറഞ്ഞ പത്രത്തിൽ അവിടെയുള്ള ക്രിസ്ത്യാനിറ്റി ടുഡേ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും അറിയപ്പെടുന്നൊരു വെബ്സൈറ്റാണ്. അതേപോലെ തന്നെ ക്രിസ്ത്യൻ സയൻസ് ക്രോണിക്കിൾ അമേരിക്കയിലെ 3ാമത്തെ വലിയ പത്രമാണ്. ഇതിൻ്റെയൊക്കെ ഫ്രണ്ടിലാണ് വാർത്ത, അതായത് ഞാൻ ചെയ്ത വാർത്ത, ഞാൻ ചെയ്ത ഇൻഫർമേഷൻ എന്നെ കോട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ മാത്യു സാമുവൽ തെഹൽക്ക ഇന്നയാളാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്തു തന്നത് എന്നും പറഞ്ഞ് കോട്ട് ചെയ്ത് ഇവിടെ വാർത്ത വരുമ്പോഴാണ് KP യോഹന്നാൻ അക്ഷരാർത്ഥത്തിൽ പെട്ടുപോകുന്നത്. കാരണം അതോടുകൂടി ഇയാളുടെ ഈ റേഡിയോയിലേക്കുള്ള പ്രഭാഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റുന്നു. ഇപ്പം ഇയാൾക്ക് ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഏകദേശം 1000-ൽ പരം ചർച്ചുകൾ, സദേൺ ബാപ്റ്റിസ്റ്റ്, അതായത് ഇൻഡിപെൻഡൻറ്റ് ചർച്ചുകൾ, ഇവർ മുഴുവൻ ഇത് വിഡ്രോ ചെയ്യുന്നു. എന്നിട്ടും KP യോഹന്നാൻ കള്ളത്തരം രീതിയിൽ ഇന്ത്യയിൽ മാത്രം അതിന് പരസ്യമില്ല. കാരണം എങ്ങനെ ഇവർ പണം പിരിക്കുന്നതെന്ന് പറയാം. ഇപ്പം ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട്. ഇന്ത്യയിൽ കുഞ്ഞുങ്ങൾ, അവരെ നോക്കാൻ ആളില്ല, അവർ മരിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് പഠന സഹായം, ആഹാരം, പ്രധാനമായിട്ട് ആഹാരം, അതിനുവേണ്ടി ഓരോ കുഞ്ഞുങ്ങൾ അങ്ങനെ ഇവർ കണക്കെടുത്ത് കഴിഞ്ഞ് ഇവരുണ്ടാക്കിയെടുത്ത കള്ളക്കണക്കാണ്. ഇതൊക്കെ ഞാൻ പൊളിച്ചു കൊടുത്തു. ഒരു മാസം, അതായത് 90,000 കുഞ്ഞുങ്ങൾക്ക് ഇവർ ആഹാരം കൊടുക്കുന്നു. ആലോചിച്ച് നോക്കുക, 90,000 ഇന്ത്യയിലെ കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസം ഇവർ ആഹാരം കൊടുക്കുന്നു. അങ്ങനെ ഒരു വർഷത്തേക്ക് ഓരോ കുട്ടികളെ അവിടെയുള്ള സായിപ്പന്മാരെ കൊണ്ട് സ്പോൺസർ ചെയ്യിപ്പിക്കും. അത് ഈ പഴവും ബിസ്ക്കറ്റും ഇതൊക്കെ വെച്ചാണ് ഈ സ്പോൺസർ ചെയ്യുക. ഇപ്പം ഞാൻ ഈ 90,000 എന്ന് പറഞ്ഞ സംഭവം ഞാനിത് പൊളിച്ച് കൈ കൊടുത്തു. അത് എൻ്റെ കണക്കനുസരിച്ച് ഞാൻ തറവായിട്ട് അകത്ത് കയറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് 10,000-ൽ കൂടുതലൊന്നുമില്ല. എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ എഴുതുന്ന ഓരോ കത്തുകൾ തിരുവല്ലായാലും കുറ്റൂർ ആ ഭാഗത്തിരുന്ന് അവിടെ ഒത്തിരി സ്റ്റാഫുകളെ വെച്ചിട്ടുണ്ട്. അവർ കത്തുകൾ എഴുതുന്നു സ്പോൺസേഴ്സിന്. ഇതേപോലെ സ്ത്രീകൾക്ക് സഹായിക്കുന്നു, റിക്ഷ മേടിച്ചു കൊടുക്കാൻ സഹായിക്കുന്നു, പോത്തിനെയും പശുവിനെയും മേടിച്ചു കൊടുക്കും. ഇതേപോലെ ഇതിനോരോ സ്പോൺസേഴ്സിനെ വെച്ച് കിട്ടും അവിടുന്ന്. അവരെല്ലാം ഹ്യൂജായിട്ട് ഈ പണം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കും. ഈ പണം ഇയാൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇതേപോലെ എസ്റ്റേറ്റ് മേടിക്കുന്നു, ബിൽഡിങ് വാങ്ങുന്നു, സ്ഥലങ്ങൾ വാരി കൂട്ടുന്നു. ഇന്ന് വരെ ഞാനിത് പറഞ്ഞപ്പോഴാണ് പല മലയാളികൾക്കും മനസ്സിലായത് ഇയാൾക്ക് എത്ര 1000 കോടിയുടെ ലാൻഡുണ്ട്. പഴയ വീഡിയോ ഞാൻ പറയുന്നത് ഏകദേശം 14,800 കോടിയുടെ ലാൻഡുള്ള ഒരാൾ കേരളത്തിലുണ്ടോ?
എൻ്റെ ചോദ്യമാണിത്. അതായത് ഒരു ട്രസ്റ്റിൻ്റെ പല ട്രസ്റ്റുകളെല്ലാം പോകുന്ന ഇയാളുടെ ഫാമിലിയിലോട്ടാണ്. ഇതേപോലെയുള്ള വെട്ടിപ്പുകൾ നടത്തിയ ഇയാളെ പിന്നെ പിടിച്ചു നിൽക്കാൻ, കാരണം ഇയാൾക്കറിയാം ഒരു ദിവസം ഇയാൾ പിടിക്കപ്പെടും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ സ്വയമേ ബിഷപ്പാകുന്നത്. അല്ലെങ്കിൽ ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട് എപ്പീസ്കോപ്പൽ സഭയിൽ, ഇയാൾ എപ്പീസ്കോപ്പൽ സഭയെന്നാണ് പറയുന്നത്, എപ്പീസ്കോപ്പൽ സഭയിൽ ഒരു പാസ്റ്റർ, ഒരു സാധാരണക്കാരനാണെങ്കിൽ അത് ഷമ്മാശനാകും, അത് ഡീക്കനാകും, അച്ഛനാകും, അതിനുശേഷമാണ് ബിഷപ്പാകുന്നത്. ഇതൊരു പാസ്റ്റർ ജമ്പ് ചെയ്ത് മെത്രാപ്പോലിത്തയാകുന്നു, അത് നേരിട്ടങ്ങ് ബിഷപ്പായി. ഇത് കാരണം ഇയാളെ ടച്ച് ചെയ്യരുത്. കാരണം ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞാൽ മാത്രം, എപ്പീസ്കോപ്പൽ സഭ എന്ന് പറഞ്ഞാൽ മാത്രം അവരെ ഇവിടുത്തെ നിയമത്തിൻ്റെ മുമ്പിൽ അവർ വളരെയധികം പ്രൊട്ടക്റ്റഡായ, അതിൻ്റെ പേരിലാണ് ഇയാൾ ഈ തട്ടിപ്പ് നടത്തി ബിഷപ്പായത്, സ്വയം ബിഷപ്പായത്. അപ്പോൾ എന്നോട് പറഞ്ഞ കഥയെന്ന് പറയുന്നത്, കപിൽ സിബൽ, അതായത് ഇന്ത്യയിലെ സീനിയർ അഭിഭാഷകൻ, ഒരു പ്രാവശ്യം ഇയാൾ ഒരു അഡ്വൈസുമായിട്ട് ഡൽഹിയിൽ പോയ സമയത്ത് കപിൽ സിബലാണ് ഇദ്ദേഹത്തിനോട് അഡ്വൈസ് ചെയ്യുന്നത്, ഈ പെൻറ്റക്കോസ്റ്റ് ചർച്ച് മാറ്റിയിട്ട് അത് എപ്പീസ്കോപ്പൽ ചർച്ച് ആവുകയാണെങ്കിൽ, അതായത് ബിഷപ്പും ആ സംഭവങ്ങളും തൊപ്പിയും സംഭവമൊക്കെ ഉണ്ടാണെങ്കിൽ നിങ്ങൾക്ക് നിയമപരിരക്ഷയുണ്ട്, അതിനുവേണ്ടിയാണ് മാറിയെന്ന് പറഞ്ഞു. പിന്നീട് എപ്പീസ്കോപ്പൽ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെൻറ്റക്കോസ്റ്റുകാരാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ അമേരിക്കയിൽ നിന്ന് ഫണ്ട് ചെയ്യുന്നത്. അത് പൊളിഞ്ഞു കഴിഞ്ഞ് എപ്പീസ്കോപ്പലായിട്ട് ഓർത്തഡോക്സ് യാക്കോബായക്കാർ കാണിക്കുന്ന മുഴുവൻ റിച്വൽസും പരിപാടികൾ കാണിക്കാൻ തുടങ്ങി. അതോടുകൂടിയാണ് അമേരിക്കയിൽ ഇയാളുടെ ഫണ്ടിങ് അങ്ങ് കുറയുന്നത്. കാരണം ഇയാളെ പിടിക്കപ്പെട്ടു, കോടതി വിധിക്കുന്നു, കോടതി ഇയാളെ കുറ്റക്കാരനാണെന്ന് പറയുന്നു, എന്നിട്ട് കോടതിയിൽ ഇയാൾ മാപ്പ് ചോദിക്കുന്നു, ഏകദേശം ഇത്രയും പണം അയാൾ തിരിച്ചു കൊടുക്കുന്നു. ഇതിന് ശേഷമാണ് അമേരിക്കയിൽ ഇയാൾ കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്യുന്നത്. അതിൻ്റെ പുറകിൽ കളിച്ചത് ഞാനാണ്. കാരണം ഞാനാണ് ഇത് ചെയ്തു കൊടുത്തത്. കാരണം ഞാനൊരു റെസ്പോൺസിബിൾ പേഴ്സണാണ്. ഇതേപോലെ തട്ടിപ്പ് നടത്തി ഇന്ത്യയെ പട്ടിണിയാന്ന് കാണിച്ച് ഇവിടെ കുഞ്ഞുങ്ങൾ മരിക്കുന്നതും അവിടുന്ന് പണം അടിച്ചു മാറ്റുന്നു, മുഴുവൻ സ്ഥലത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇപ്പം ഞാൻ ഇയാളോട് ചോദിച്ചു ഒരിക്കലും, ഈ തിരുവല്ല കുറ്റൂർ ആ ക്യാമ്പസിൽ ഞാൻ താമസിച്ചുകൊണ്ട് സമയത്ത് ചോദിച്ചു, എന്തിനാണ് ഇത്രയും കൂടി പണവും ഇത്രയും സ്ഥലങ്ങളൊക്കെ താങ്കൾക്ക് വേണ്ടത്? അപ്പം എന്നോട് പറഞ്ഞൊരു പോയിൻ്റുണ്ട്, ഇന്ത്യയിൽ എവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെയൊക്കെ എനിക്ക് ലാൻഡ് വേണം. അതായിരുന്നു അയാളുടെ ഡ്രീം. അതിനെയാണ് ഞാൻ പൊളിച്ചു കൊടുത്തത്. അപ്പം ഇവിടുത്തെ പത്രക്കാരൊന്നും ഇത് നിങ്ങളോട് പറയത്തില്ല, കാരണം ഇവരെല്ലാം ഇവരുടെ പണം വാങ്ങി മുന്നോട്ട് പോകുന്നവരാണ്. ഇത് ഓരോന്നായിട്ട് പറയുമ്പോഴാണ് സാധാരണക്കാരനായ ജനങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തി. ഇയാളുടെയൊക്കെ ഒരു കുട്ടനാട് നിരണത്തൂന്ന് വന്ന അപ്പുറക്കും അയാളുടെ ഒരു ലോവർ മിഡിൽ ക്ലാസ്സിൽ നിന്ന് വന്ന KP യോഹന്നാൻ്റെ ഡ്രീം, ഇന്ത്യയിൽ എവിടെയൊക്കെ റെയിൽവേ സ്റ്റേഷനുണ്ട് അവിടെയൊക്കെ അയാൾക്ക് ലാൻഡ് ഉണ്ടാകണം, അവിടെയൊക്കെ പ്രോപ്പർട്ടി ഉണ്ടാകണം. ഇതിനെയാണ് ഞാൻ പൊളിച്ചത്. അതോടുകൂടിയാണ് KP യോഹന്നാൻ അമേരിക്കയിൽ നിന്ന് അയാൾ ഒന്നുമല്ലാതായി മാറിയത്.